السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കിന്ന് സംസാരിക്കാനുള്ളത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക്, നിഅമത്തുകൾക്ക് ശുക്ർ കാണിക്കുക എന്ന വിഷയത്തെ സംബന്ധിച്ചാണ്. ശുദ്ധ ഖുർആനിലെ ഒരുപാട് ആയത്തുകളിലൂടെ അള്ളാഹു കൽപ്പിക്കുന്ന ഒരു കാര്യം അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകൾക്ക് ശുക്ർ കാണിക്കണം എന്നുള്ളതാണ്. അപ്പൊ ശുക്ർ കാണിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. അത് നിർബന്ധമായതുണ്ട്, അല്ലാത്തതുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു പല സ്ഥലങ്ങളിലും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എടുത്തു പറയുകയും ആ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി കാണിക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 231 ആയത്തില്, അതേപോലെ സൂറത്തുൽ ഫാത്തിറിലെ 3 ആയത്ത്, ബഖറയിലെ തന്നെ 172 ആയത്ത്, ഇതിലൊക്കെ അള്ളാഹുവിന്റെ ഈ കൽപ്പന കാണാം. വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും. അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്തുകൾ നിങ്ങൾ ഓർക്കണം. അതേപോലെ തന്നെ വഷ്കുറൂ ലില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന് നന്ദി കാണിക്കണം, ശുക്ർ കാണിക്കണം. ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാണെങ്കിൽ. ഇതേപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു, അല്ലാഹു വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂഹു, നിങ്ങൾ അവനോട് എന്തെല്ലാം ചോദിച്ചിട്ടുണ്ടോ അതെല്ലാം അവൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. വഇൻ തഅദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ. എന്നിട്ട് അല്ലാഹു പറയുന്നത്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണിക്കണക്കാക്കാൻ ഒരുങ്ങിയാൽ, ധാരാളം എണ്ണാൻ തീരുമാനിച്ചാൽ, അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ എണ്ണാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്കത് എണ്ണി തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. ലാ തുഹ്സൂഹ. എന്നിട്ട് അല്ലാഹു പറയുന്നത്, എന്നാൽ മനുഷ്യൻ ലലൂമാകുന്നു, കഫാറാകുന്നു. അപ്പോ അത്രത്തോളം അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തിട്ടും യഥാർത്ഥത്തിൽ അള്ളാഹു മനുഷ്യന് ചെയ്തു കൊടുത്ത അനുഗ്രഹത്തിന്റെ മഹത്വം ബോധ്യപ്പെടുത്തുന്നതിനാണ് അള്ളാഹ് എന്ത് പറഞ്ഞത്? അത്രത്തോളം നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. നിങ്ങൾ ചോദിക്കാതെ, നിങ്ങൾ ആവശ്യപ്പെടാതെ, അള്ളാഹുവിന് നിങ്ങളൊന്നും ചെയ്തു കൊടുക്കാതെ, എല്ലാം അള്ളാഹുവിന്റെ ഫളലാണ്, അള്ളാഹുവിന്റെ നിഅമത്തുകളാണ്. പക്ഷെ മനുഷ്യനാകട്ടെ
നന്ദി കെട്ടവനും അക്രമകാരിയുമാകുന്നു. വളരെയധികം നന്ദി കെട്ടവനാകുന്നു മനുഷ്യൻ. ഇത് സൂറത്ത് ഇബ്രാഹിമിലെ 34-ാമത്തെ വചനമാണ്. ഇതേ ഒരായത്ത് തന്നെ നഹ്ലിലെ 18-ാമത്തെ ആയത്തിലും. അതിലും അല്ലാഹ് പറഞ്ഞത്, അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്തുകളെ നിങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ, എണ്ണിക്കണക്കാക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും അതിന് സാധിക്കുകയില്ല. ഇന്നല്ലാഹ ലഗഫൂർ റഹീം. അള്ളാഹു വളരെയധികം പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാകുന്നു. ഇതേപോലെ തന്നെ അതിലെ തന്നെ 53-ാമത്തെ ആയത്ത്, അതില് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മിപ്പിച്ചത് നിങ്ങൾക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അതെല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ്, അതൊക്കെ അള്ളാഹു തന്നതാണ്. വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് എന്തൊക്കെ ലഭിച്ചിട്ടുണ്ടോ അതൊക്കെ അള്ളാഹുവിൽ നിന്നുള്ളതാണ്, അള്ളാഹു തന്നതാണ്. ഈ അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിച്ച് അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത് അവന് നന്ദി കാണിക്കണം എന്നുള്ളതാണ്. ഈ ആയത്തുകളെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഫത്ഹുൽ ഖദീർ എന്ന തഫ്സീർ, ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീർ, അതിൽ അദ്ദേഹം അള്ളാഹുവിന്റെ ഈ വചനത്തെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഏത്? അള്ളാഹു നിങ്ങൾക്ക് ചെയ്തെന്ന നിയമത്തുകൾ ഒരിക്കലും നിങ്ങൾക്ക് എണ്ണിക്കണക്കാക്കാൻ സാധ്യമല്ല. എന്നാൽ മനുഷ്യൻ നന്ദി കെട്ടവനാകുന്നു, അക്രമകാരിയാകുന്നു എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അനുഗ്രഹങ്ങള് ഇവിടെ എണ്ണിക്കണക്കാക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞത് തഫ്സീലായിട്ടല്ല, മുജ്മലായിട്ട് പോലും അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹത്തെ എണ്ണിക്കണക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. മുജ്മൽ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഇന്ന അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹ് ചെയ്തിട്ടുണ്ട്. അപ്പോ മുജ്മലായിട്ട് പോലും അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ എണ്ണിക്കണക്കാക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്നുള്ളതാണ്. കുറെ കാര്യങ്ങൾ വിശദീകരിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നത്, ഷൗക്കാനി പറയുന്നത്, മാ അൻഅമല്ലാഹു ബിഹി അലൈഹി ഫീ ഖൽഖി ഉളുവിൻ മിൻ അഅ്ലാഇഹി ഔ ഹാസത്തിൻ മിൻ ഹവാസിഹി ലം യഖ്ദിർ അലാ ദാലിക ഖത്തു. ഇനി മുജ്മലായിട്ട് പോട്ടെ, അള്ളാഹ് നമുക്ക് കനിഞ്ഞരുളിയ നമ്മുടെ ശരീരത്തിലെ ഒരു അവയവത്തിന്റെ അനുഗ്രഹം, അതല്ലെങ്കിൽ ഒരു ഇന്ദ്രിയം, പഞ്ചേന്ദ്രിയങ്ങളിൽപ്പെട്ട ഒരു ഇന്ദ്രിയം, അല്ലെങ്കിൽ അതല്ലാത്ത അള്ളാഹു നമ്മുടെ ശരീരത്തിൽ നൽകിയിട്ടുള്ള ഏതെങ്കിലും ഒരു അവയവത്തിന്റെ അനുഗ്രഹം പോലും, ഒന്നിന്റെ, ഇതിന്റെ പ്രയോഗം എങ്ങനെയാണ്? ഏത്? ഫീ ഖൽഖി ഉളുവിൻ മിൻ അഅ്ലാഇഹി ഔ ഹാസത്തിൻ മിൻ ഹവാസിഹി ലം യഖ്ദിർ അലാ ദാലിക ഖത്തു വലാ അംകനഹു അസ്ലാ. ഏത്? നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും, അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് ചെയ്തെന്ന ഏതെങ്കിലും ഒരനുഗ്രഹം, അതിനെ വിശദീകരിക്കാൻ നമുക്ക് സാധിക്കുമോ? അല്ലെങ്കിൽ അതിന്റെ മഹത്വം, അതിന്റെ വലുപ്പം ഒരിക്കലും ഒരാൾക്കും അത് വിശദീകരിക്കാനുള്ള അത്രത്തോളം വലിയ അനുഗ്രഹമാണ്. നമ്മുടെ ശരീരത്തിലെ തന്നെ കണ്ണോ കാതോ നമ്മുടെ തലച്ചോറോ എന്തോ ആകട്ടെ, ഇങ്ങനെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഏതൊരു അനുഗ്രഹവും അങ്ങനെ തന്നെ. അതൊരിക്കലും മുജ്മലായിട്ട് പോലും, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവയവത്തെ പോലും കൃത്യമായി വിശദീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല, മനുഷ്യർക്ക് സാധിക്കുകയില്ല എന്നാണ് അള്ളാഹു ഈ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്നുള്ളത് ഷൗക്കാനി വിശദീകരിക്കുകയാണ്. എന്നിട്ട് അള്ളാഹ് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാല്, ഇങ്ങനെയൊക്കെ അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തിട്ടും മനുഷ്യൻ നന്ദി കെട്ടവനായിത്തീരാണ്. ഖുർആനിലെ പല പ്രയോഗങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വലാകിൻ അക്സറന്നാസി ലാ യഷ്കുറൂൻ വഖലീലും മിൻ ഇബാദിയശ് ശകൂർ, അങ്ങനെ കുറെ ആയത്തുകൾ ഖുർആനിലുണ്ട്. വഖലീലും മിൻ ഇബാദിയശ് ശകൂർ, വളരെ എന്റെ അടിമകളിൽപ്പെട്ട വളരെ കുറച്ച് ആളുകൾ മാത്രമേ നന്ദി കാണിക്കുന്നുള്ളൂ. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടും വളരെ കുറച്ച്, ഖലീൽ, കുറച്ച് ആളുകൾ മാത്രമാണ് അള്ളാഹുവിന് വേണ്ട രൂപത്തിൽ നന്ദി കാണിക്കുന്നത്. യൂസുഫിലെ 38-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറഞ്ഞു, വലാകിന്ന അക്സറന്നാസി ലാ യഷ്കുറൂൻ. പക്ഷെ ജനങ്ങളിൽ അധിക പേരും ലാ യഷ്കുറൂൻ,
അവര് നന്ദി കാണിക്കാത്തവരാണ് ജനങ്ങളിൽ അധിക പേരും. ഇതിങ്ങനെ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകളിലൂടെ ഇത് കാണാം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ അനുഗ്രഹങ്ങളെയും നമ്മൾ എടുത്തു പറയുക എന്നുള്ളത് ഒരിക്കലും പ്രായോഗികമല്ല. ഈ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി കാണിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മളെ സംബന്ധിച്ചിടത്തോളം. അള്ളാഹ് ആരോഗ്യം തന്നു, നമുക്ക് ആയുസ് തന്നു, സമ്പത്ത് തന്നു, മക്കളെ തന്നു, നല്ല വീട്, നല്ല വാഹനം, ബുദ്ധി, ഓടാനും ചാടാനും നടക്കാനും ഇങ്ങനെയൊക്കെയുള്ള എല്ലാറ്റിനുള്ള കഴിവുകൾ അള്ളാഹു നമുക്കെല്ലാം നമ്മൾ ആഗ്രഹിച്ചത് ഒക്കെ നമ്മൾ ചോദിക്കാതെ തന്നെ അള്ളാഹു നമുക്ക് അതെല്ലാ നിയമത്തുകളും നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ അള്ളാഹ് പറഞ്ഞ ഖലീലും മിൻ ഇബാദിയ ശകൂർ, എന്റെ അടിമകളുടെ കൂട്ടത്തിൽപ്പെട്ട വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് നന്ദി കാണിക്കുന്നത് എന്നല്ല പറഞ്ഞ കുറച്ച് ആളുകളുടെ കൂട്ടത്തിലാണോ നമ്മൾ ഉൾപ്പെടുന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമുക്കറിയാം, നമുക്കൊന്നും സമയമല്ല. അള്ളാഹുവിനെ പറ്റി പഠിക്കാൻ സമയമല്ല, റസൂലുള്ളാഹിനെ പറ്റി പഠിക്കാൻ സമയമല്ല, അള്ളാഹുവിന്റെ മാർഗത്തിലെ ദഅവത്ത് നടത്താൻ സമയമല്ല, ഒന്നിനും നമുക്ക് സമയമല്ല. അപ്പൊ അള്ളാഹ് പറഞ്ഞ ഈ എന്റെ അടിമകളിൽ വളരെ കുറച്ചുപേർ മാത്രമേ നന്ദി കാണിക്കുന്നുള്ളൂ, മഹാഭൂരിപക്ഷം വരുന്ന അധിക പേരും നന്ദി കാണിക്കാത്തവരാണ് എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ ഈ താക്കീത്, അള്ളാഹുവിന്റെ ഈ ഉണർത്തൽ യഥാർത്ഥത്തിൽ നമ്മളോടാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലെ ഒരു സംഭവം, അദ്ദേഹം നടന്നു പോകുന്ന സന്ദർഭത്തിൽ ഒരാൾ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ജഅൽനി മിനൽ ഖലീൽ. ഇതാണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന. അപ്പൊ ഇതൊക്കെ ഈ പ്രാർത്ഥനകളും ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ തട്ടുന്ന സംഭവങ്ങളാണ്. ഇതൊരാൾ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ജഅൽനി മിനൽ ഖലീൽ, ഖലീലിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവെ എന്നെ ഉൾപ്പെടുത്തണേ എന്നുള്ളതാണ് പ്രാർത്ഥന. നമ്മൾ എന്തെല്ലാം പ്രാർത്ഥനകൾ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, എന്തെല്ലാം നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, എന്തെല്ലാം ആവശ്യപ്പെടുന്നുണ്ട്, കരഞ്ഞിട്ടും അല്ലാതെയും. ഇയാൾ അള്ളാഹിനോട് ആവശ്യപ്പെടുന്നത് ഖലീലിങ്ങളുടെ കൂട്ടത്തിൽ, ആ കുറച്ച് ആളുകളുടെ കൂട്ടത്തിൽ, ആ ചെറിയ സംഘത്തിന്റെ കൂട്ടത്തിൽ എന്നെ പെടുത്തണേ എന്നാണ് ഇയാൾ പ്രാർത്ഥിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, മാ ഹാദല്ലദീ തദ്ഉ ബിഹി, എന്താണ് അള്ളാഹുവിനോട് ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് അള്ളാഹുവിനോട് ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പൊ അയാളുടെ പ്രാർത്ഥന അതാണ്, അല്ലാഹുമ്മ ജഅൽനി മിനൽ ഖലീൽ. യഥാർത്ഥത്തിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമുക്ക് അള്ളാഹു ചെയ്ത നിഅമത്തുകളെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മളിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വരും. കാരണം അള്ളാഹ് പറഞ്ഞ കുറച്ചാൾക്കാർ, നന്ദി കാണിക്കുന്ന കുറച്ചാൾക്കാർ. അപ്പൊ ഇയാളുടെ പ്രാർത്ഥന ദുആ അതാണ്, ഈ ഖലീലിങ്ങളുടെ കൂട്ടത്തിൽ എന്നെ പെടുത്തണേ എന്നുള്ളത്. അപ്പൊ ഉമർ റളിയല്ലാഹു ഇത് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, അയാളുടെ മറുപടി എന്തായിരുന്നു? ഇന്നി സമഅതു യഖൂലു, ഞാൻ കേട്ടു എന്ത് അള്ളാഹ് പറയുന്നത്, ഇന്നി സമഅതുല്ലാഹ യഖൂലു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അവന്റെ ആയത്തുകൾ, അവന്റെ വചനങ്ങൾ ഞാൻ കേട്ടു. വ ഖലീലും മിൻ ഇബാദിയ ശകൂർ, എന്റെ അടിമകളുടെ കൂട്ടത്തിൽപ്പെട്ട കുറച്ച് ആളുകൾ മാത്രമാണ് നന്ദി കാണിക്കുന്നത് എന്നുള്ള അള്ളാഹുവിന്റെ വചനം ഞാൻ കേട്ടു. അതുകൊണ്ട് ഫഅന അദ്ഉ അൻ യജ്അലനി മിൻ ഉലൈകൽ ഖലീൽ, ആ കുറച്ചാളുകളുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണേ എന്നുള്ളത് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ നമുക്ക് സംഭവിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുമ്പോഴാണ് അതിന്റെ വില മനസ്സിലാകുന്നത്. ഒരു രോഗിയായ ഒരാൾക്ക് ആരോഗ്യത്തിന്റെ വില മനസ്സിലാവുള്ളൂ. സാധാരണ നമ്മൾ പറയാറുണ്ട്, ഉമ്മ മരിച്ചാലേ ഉമ്മല്ലാത്തതിന്റെ വിഷമം മനസ്സിലാവുള്ളൂ, വാപ്പ മരിച്ചാലേ വാപ്പല്ലാത്തതിന്റെ വിഷമം മനസ്സിലാവുള്ളൂ എന്നുള്ളതൊക്കെ നമ്മൾ പറയാറുണ്ട്. നമ്മുടെ ഇടയിലുള്ള ഒരു പ്രയോഗമാണത്. ഇതേപോലെ തന്നെ നമുക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹത്തിന്റെ നിഅമത്തിന്റെ വലുപ്പം മനസ്സിലാകണമെങ്കിൽ എന്ത് വേണം? ആ അനുഗ്രഹം അള്ളാഹ് തിരിച്ചെടുത്താലേ നമുക്ക് തിരിയുള്ളൂ. ആ അനുഗ്രഹം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹം അത് കിട്ടാതാകണം, അത് നഷ്ടപ്പെടണം, എങ്കിലേ നമുക്ക് അനുഗ്രഹത്തിന്റെ വില മനസ്സിലാവുള്ളൂ. ഇവിടെ
ഇയാള് പറഞ്ഞത് എന്താ, അള്ളാഹുവിന്റെ ആയത്ത് ഇങ്ങനെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആ കുറച്ചാളുകളുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാനുള്ള കാരണം അതാണ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു പറയണ്, ജനങ്ങളൊക്കെ ഉമറിനേക്കാൾ വിവരമുള്ളവരായി തീർന്നിരിക്കുന്നു എന്ന് ഉമർ റളിയല്ലാഹു പറഞ്ഞു എന്നാണ്. ഈ സംഭവം ഖുർത്തുബിയിലുണ്ട്, ഇബ്നു അബീ ഷൈബ ഉദ്ധരിച്ചിട്ടുണ്ട്, ഇമാം അഹ്മദ് അംബലിന്റെ സുഹദിലുണ്ട്, ഇവരൊക്കെ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോ അള്ളാഹുവിന്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ആരോഗ്യം എന്നുള്ളത്, ഏറ്റവും വലിയ അനുഗ്രഹം. ഈ ആരോഗ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയിൽ തന്നെ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് എന്ത്, നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആഫിയത്ത് ചോദിക്കണം. ആഫിയത്താണ് നിങ്ങൾ ചോദിക്കേണ്ടത്. അഫുവും ആഫിയത്തും നിങ്ങൾ അള്ളാഹിനോട് ചോദിക്കണം. മനുഷ്യന് അള്ളാഹ് കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയൊരു നിയമത്താണ് ആരോഗ്യം എന്നുള്ളത്. അത് നമുക്ക് അള്ളാഹ് തന്നിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഔസത്തിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാൻ അദ്ദേഹം പറയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഞങ്ങളോട് പ്രസംഗിച്ചു. ഫഖാല ഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഖാമി ഹാദാ ആമൽ അവ്വലി ഫബക്ക അബൂബക്കർ ഫഖാല അബൂബക്കർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്ഥാനത്ത് നിന്ന് ഞങ്ങളോട് പ്രസംഗിച്ചിട്ടുണ്ട്. ഹിജ്റ 1-ാം വർഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സംഭവം വിശദീകരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണം, അൽ മുആഫാത ഔ ഖാല അൽ ആഫിയ, നിങ്ങൾ ആഫിയത്ത് ചോദിക്കണം. വേറെ റിവായത്തിൽ അഫ്വ് ചോദിക്കണം എന്നുണ്ട്. അഫ്വ്, ആഫിയത്ത്, ആഫിയത്ത് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക. ഫലം യുഅത അഹദുൻ ഖത്തു ബഅദൽ യഖീനി അഫ്ളല മിനൽ ആഫിയ, യഖീനിന് ശേഷം ആഫിയത്തിനേക്കാൾ വലിയ ഒരു അനുഗ്രഹം ആർക്കും നൽകപ്പെട്ടിട്ടില്ല. യഖീൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈമാനാണ്. അപ്പോ ഈമാനിന് ശേഷം, ഇസ്ലാം എന്ന ആദർശം സ്വീകരിച്ചതിന് ശേഷം, തൗഹീദ് സ്വീകരിച്ചതിന് ശേഷം ഒരു മനുഷ്യന് അള്ളാഹ് കൊടുക്കുന്ന ഏറ്റവും വലിയ നിഅമത്താണ് ആഫിയത്ത്. അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ യഖീൻ എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈമാൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താ, അള്ളാഹുവിനോട് അഫ്വ് എന്ന് പറഞ്ഞാൽ പൊറുക്കലിനെ ചോദിക്കണം. ആഫിയത്ത്, ആഫിയത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, രണ്ട് രൂപത്തിൽ അതിനെ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ആഫിയത്തിന്റെ അർത്ഥം ഒന്ന് സലാമത്തുൻ ഫിദ്ദീനി മിനൽ ഫിത്ന, ഫിത്നകളിൽ നിന്നുള്ള സംരക്ഷണം. അള്ളാന്റെ ദീനില് ആ ഫിത്നകൾ ഉണ്ടാകുമ്പോൾ യഥാർത്ഥ ഇസ്ലാമിൽ അടിയറച്ചു നിൽക്കാനുള്ള അതാണ് ആഫിയത്തിന്റെ ഒരു വ്യാഖ്യാനം. രണ്ടാമത് പറഞ്ഞു, അതേപോലെ തന്നെ വഫിൽ ബദനി മിൻ സയ്യിൽ അസ്ഖാമി വശിദ്ദത്തിൽ മെഹന, രോഗങ്ങളിൽ നിന്ന്, അതേപോലെ തന്നെ കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്നുള്ള രക്ഷ. അതാണ് യഥാർത്ഥത്തിൽ ആഫിയത്ത്. അപ്പൊ ദീനിലെ ഫിത്നകള്, അതേപോലെ തന്നെ നമുക്കുണ്ടാകുന്ന മാരകമായ രോഗങ്ങള്, അതേപോലെ തന്നെ പരീക്ഷണങ്ങള്, അതാണ് ആഫിയത്ത്. അത് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണം. അപ്പൊ പൊറുക്കലിനെ ചോദിക്കണം, ആഫിയത്തിനെ ചോദിക്കണം. ആ ആഫിയത്ത് അത് ചോദിക്കണം. എന്നിട്ടാണ് പറഞ്ഞത് എന്ത്, യഖീനിന് ശേഷം, ഈമാനിന് ശേഷം ആഫിയത്തിനേക്കാൾ വലിയൊരു അനുഗ്രഹം അള്ളാഹ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഫലം യുഅത അഹദുൻ ഖത്തു, ഒരാൾക്കും തന്നെ കിട്ടിയിട്ടില്ല, ഒട്ടും തീരെ കിട്ടിയിട്ടില്ല. ഈമാനിന് ശേഷം ആഫിയത്തിനേക്കാൾ വലിയൊരു അനുഗ്രഹം. ഇത് അഹ്മദ് ഉദ്ധരിച്ചിട്ടുണ്ട്, ഇബ്നു മാജ ഉദ്ധരിച്ചിട്ടുണ്ട്. ഹദീസ് സ്വഹീഹാണ്. ശൈഖ് നാസിറുദ്ദീൻ അൽബാനി ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോ ഈ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും വലിയ, ഈമാനിന് ശേഷം ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ലഭിച്ച ആളുകളാണ് നമ്മൾ. ഈ അനുഗ്രഹം ലഭിച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഏത് കൂട്ടത്തിലാണ് നമ്മൾ പെടുന്നത്? നമ്മള് ആ നന്ദി കാണിക്കാത്ത കുറെ ആൾക്കാരുടെ കൂട്ടത്തിലാണോ, അതോ നന്ദി കാണിക്കുന്ന വളരെ കുറച്ച് ആൾക്കാരുടെ കൂട്ടത്തിലാണോ? നമ്മളെ പറ്റിയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മുടെ ഓരോ ദിവസങ്ങളും അങ്ങനെ മരിച്ചു പോവാണ്. ഓരോ ദിവസങ്ങളും അങ്ങനെ പിന്നിട്ട് നമ്മൾ ഖബറിലേക്ക് അടുത്തുകൊണ്ടിരിക്കണം. അപ്പൊ നമ്മുടെ ആയുസ് എന്നുള്ളത് അതാണ് നമ്മുടെ ജീവിതം. നമ്മുടെ ആയുസ്സാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അതുകൊണ്ട് പറഞ്ഞതെന്താ വെച്ചാൽ, മരണത്തെക്കാൾ പ്രയാസകരമാണ് സമയത്തിന്റെ അവസ്ഥ, മരണത്തെക്കാൾ കഠിനമാണ്
സമയം എന്നുള്ളത്. കാരണം സമയം എന്നുള്ളത് നമ്മുടെ ആയുസ്സാണ്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ തരത്തിലുള്ള ഒരുപാട് ആശയങ്ങൾ കാണാം, സംസാരങ്ങൾ കാണാം. അദ്ദേഹം അത് പറയാനൊരു കാരണമുണ്ട്. കാരണം അള്ളാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ അത് പോകട്ടെ, മിനിമം 5 നേരം നമസ്കരിക്കാനുള്ള സമയം പോലും പലർക്കും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ഓടുകയാണ്, കിട്ടിയതൊന്നും പോരാ. അപ്പൊ പിന്നാലെ ദുനിയാവിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏത് സമയത്തും ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന, നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതി അതാണ്. എത്രയോ ആളുകൾ, നമ്മളോടൊപ്പം പ്രവർത്തിച്ചിരുന്ന പല ആളുകളും മാരകമായ രോഗങ്ങൾ ബാധിച്ച് മരിച്ച ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ നമ്മുടെ പല ക്ലാസ്സുകൾക്ക് ഇരിക്കാറുണ്ടായിരുന്നു. അയാൾക്ക് ഇങ്ങനെ ക്ഷീണം വന്നു, അയാൾ ചെക്ക് ചെയ്തു, കിഡ്നി ഫെയിലാണ്, അത് പ്രശ്നമാണെന്ന് പറഞ്ഞു. അന്ന് അയാൾ പറഞ്ഞൊരു വാചകമുണ്ട്, എല്ലാ ക്ലാസ്സിനും ഇരിക്കണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു, പക്ഷെ അന്ന് എനിക്കതിന് സാധിച്ചിരുന്നില്ല. പക്ഷെ ഇന്ന് അതിന്റെ വില ഞാൻ മനസ്സിലാക്കുന്നു. അയാൾ നാട്ടിൽ പോയി മരണപ്പെട്ടു, അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. ഇതേപോലെ തന്നെ പല മാരകമായ രോഗങ്ങൾ ബാധിച്ച ആളുകൾ നമ്മൾ ഹോസ്പിറ്റലുകളിൽ, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ അങ്ങനത്തെ ഒരുപാട് ആളുകളെ നമുക്ക് കാണാം. അപ്പൊ ഏത് സമയത്തും എന്ത് ചെയ്യാം, അനുഗ്രഹങ്ങൾ നമുക്ക് നഷ്ടപ്പെടാം. അപ്പൊ ഈ അനുഗ്രഹത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് അല്ലാഹ് തന്ന ആഫിയത്തിന്റെ, നമുക്ക് അല്ലാഹ് തന്ന സിഹത്ത്, ആരോഗ്യത്തിന്റെ, അതിന് നമ്മൾ നന്ദി കാണിക്കണം അല്ലാഹുവിനോട്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഇളാഅത്തുൽ വഖ്തി അശദ്ദു മിനൽ മൗതി, സമയം നഷ്ടപ്പെടുത്തുക എന്നുള്ളത് മരണത്തെക്കാൾ കഠിനമാണ്. ഇളാഅത്തുൽ വഖ്ത്, സമയം നഷ്ടപ്പെടുത്തി കളയാം, അത് അശദ്ദു മിനൽ മൗതി, അത് മരണത്തെക്കാൾ കഠിനമാണ്. കാരണം ലിഅന്ന ഇളാഅത്തുൽ വഖ്തി തഖ്തഉക അനില്ലാഹി വദ്ദാരിൽ ആഖിറ, കാരണം സമയത്തെ നഷ്ടപ്പെടുത്തുക എന്നത് അള്ളാഹുവിൽ നിന്നും പരലോകത്തിൽ നിന്നും നിന്നെ മുറിച്ചു കളയും. ഇത് സമയത്തെ നഷ്ടപ്പെടുത്തുക എന്നുള്ളത്. അങ്ങനെ ആരോഗ്യമുണ്ടായിട്ടും സമയമുണ്ടായിട്ടും അള്ളാഹുവിന് നന്ദി കാണിക്കാതെ ജീവിക്കുക എന്നുള്ളത് എന്താണ്? അത് അള്ളാഹുവിൽ നിന്നും പരലോകത്തിൽ നിന്നും നിന്നെ അകറ്റിക്കളയും. വൽ മൗതു യഖ്തഉക അനിദ്ദുനിയാ വഅഹ്ലിക, എന്നാൽ മരണം നിന്നെ മുറിച്ചു കളയുന്നത് ദുനിയാവിൽ നിന്നും നിന്റെ കുടുംബത്തിൽ നിന്നുമാണ്. മരിക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ ബന്ധം വേർപ്പെടുന്നത് ദുനിയാവിൽ നിന്നാണ്, നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. എന്നാൽ സമയം നഷ്ടപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അള്ളാഹുവിൽ നിന്നും അയാൾ അകലാണ്. അതേപോലെ തന്നെ അയാൾക്ക് പരലോകത്ത് നഷ്ടമാകുകയാണ്. ഇത് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാചകമാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാമത്ത് നാളിൽ ഒരു അടിമ അള്ളാഹുവിന്റെ നിഅമത്തുകളെ പറ്റി ചോദ്യം ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ ആദ്യമായി അള്ളാഹു ചോദിക്കുന്ന ചോദ്യം നമ്മുടെ ഈ ആരോഗ്യത്തെ പറ്റിയിരിക്കും. ഇത് ഹദീസിൽ വന്നിട്ടുണ്ട്. അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്തുകളെ പറ്റി ചോദ്യം ഉണ്ടാകും. ആ ചോദ്യത്തിൽ ആദ്യത്തെ ചോദ്യം, നിനക്ക് ഞാൻ ആരോഗ്യം നൽകിയിട്ടില്ലേ എന്നുള്ളതായിരുന്നു. ആ ചോദ്യമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇത് വന്നിട്ടുണ്ട്. ഇന്ന അവ്വല മാ യുസ്അലു അൻഹു യൗമൽ ഖിയാമത്തി യഅനി അൽ അബ്ദ് മിനൻ നഈമി അൻ യുഖാല ലഹു അലം നുസിഹ്ഹ ലക ജിസ്മക, നിന്റെ ശരീരത്തിന് ഞാൻ ആരോഗ്യം നൽകിയില്ലേ? ഈ ചോദ്യമായിരിക്കും അന്ത്യനാളിൽ ഒരടിമ ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇതിൽ അല്ലാഹുവിന്റെ ചോദ്യം കേട്ടില്ലേ, അലം നുസിഹ്ഹ ലക ജിസ്മക വനുർവീക മിനൽ മാഇൽ ബാരിദി, ഈ ദാഹിച്ചപ്പോൾ നിനക്ക് തണുത്ത വെള്ളം കുടിക്കാൻ തന്നില്ലേ? നിന്റെ ശരീരത്തിന് ഞാൻ ആരോഗ്യം നൽകിയില്ലേ? തുറമുദി ഉദ്ധരിച്ചതാണ്. ഷെയ്ഖ് അൽബാനി ഈ ഹദീസ് സ്വഹിയാക്കിയിട്ടല്ലേ. അപ്പോ ഈ ചോദ്യം ഉണ്ടാകുമ്പോൾ ഈ ചോദ്യത്തിന് നമുക്ക് ഉത്തരം പറയാൻ പറ്റണം. അപ്പൊ അള്ളാഹു ഒരു മനുഷ്യന് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് ആരോഗ്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
സൂക്ഷ്മതയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഐശ്വര്യം കിട്ടുക എന്നുള്ളത് കുഴപ്പമില്ല. എന്നാൽ ഈ ഐശ്വര്യത്തെക്കാൾ ഒരാൾക്ക് നല്ലത് ആരോഗ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലുള്ളതാണ്. ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് ലാ ബഅസ ബിൽ ഐന ലിമൻ ഇത്തഖ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് ഐശ്വര്യം അത് പ്രശ്നമുള്ള ഒന്നല്ല. അത് പറയാനുള്ള കാരണം അതല്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമാണ്. വസ്സിഹ്ഹതു ലിമൻ ഇത്തഖ ഖൈറും മിനൽ ഐന, സൂക്ഷ്മതയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, തഖ്വയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഐനയേക്കാൾ അവന് ഖൈറ് അത് സിഹത്താണ്, അത് ആരോഗ്യമാണ്. അപ്പൊ ഈ ഹദീസുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? ഈ അള്ളാഹ് നമുക്ക് ചെയ്തു തന്ന ആരോഗ്യം, അതേപോലെ തന്നെ അനുഗ്രഹങ്ങൾ, ഇതിനൊക്കെ വലുപ്പം മഹത്വം. അബ്ദുള്ള അൽ മുസനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, യാ ഇബ്ന ആദം ഇദാ അറദ്ത അൻ തഅലമ ഖദ്റ മാ അൻഅമ അല്ലാഹു അലൈക ഫഗമ്മിൽ ഐനൈക. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഏത് അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹത്തിന്റെ വില മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? അതിന്റെ വലുപ്പം എത്ര ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ആ അനുഗ്രഹം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടണം. ആ അനുഗ്രഹം നഷ്ടപ്പെടുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. അത് ഏതൊരു അനുഗ്രഹമാണെങ്കിലും അങ്ങനെ തന്നെ. കണ്ണിന്റെ വില മനസ്സിലാകണമെങ്കിൽ കാഴ്ച നഷ്ടപ്പെടണം. ചെവിന്റെ വില മനസ്സിലാകണമെങ്കിൽ അതിന്റെ കേൾവി ശക്തി നഷ്ടപ്പെടണം. എല്ലാം ഇങ്ങനെ തന്നെ, ഓരോന്നും ഇങ്ങനെ തന്നെ. ഇങ്ങനെ ഒരു അനുഗ്രഹം നഷ്ടപ്പെട്ടാലോ നമ്മള് അവിടെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ കൊടുത്തിട്ടെങ്കിലും ഈ ഒരു അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാം. അപ്പോ അത് എന്തോ ആയിക്കൊള്ളട്ടെ, നമ്മളോട് ഡോക്ടർ പറയണം എനിക്ക് ഇങ്ങനെയുള്ള രോഗമുണ്ട്, അതുകൊണ്ട് ജോലി ഒഴിവാക്കിയിട്ട് നാട്ടിൽ പോയി ചികിത്സിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളെന്താ ചെയ്യാ? ഒരവസ്ഥ നമുക്ക് വരാതിരിക്കട്ടെ. ഇങ്ങനെ മാരകമായ രോഗം നിനക്ക് ബാധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ജോലി ഒഴിവാക്കണം. നമ്മളവിടെ ജോലി ഒഴിവാക്കുവോ അതോ നമ്മുടെ ആരോഗ്യം നോക്കുവോ? അപ്പൊ അവിടെ അള്ളാഹ് തന്ന നിയമത്തിന്റെ വലുപ്പം നമുക്ക് അപ്പൊ മനസ്സിലാകുകയാണ്. നമ്മൾ ജോലി ഒഴിവാക്കും, കാരണം നമുക്ക് ആരോഗ്യമാണ് വലുത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞത്, ഈമാൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഒരാൾക്ക് അള്ളാഹ് കൊടുത്ത ഏറ്റവും വലിയ നിയമത്താണ് ആരോഗ്യം എന്നുള്ളത്. അള്ളാഹിന്റെ അള്ളാഹ് കൊടുത്ത ആഫിയത്ത്, സിഹത്ത് എന്നുള്ളത്. അതുപോലെ തന്നെ വേറെ വല്ല അസുഖം വന്നു, ഇത്ര ലക്ഷമാവും, ഡോക്ടർ പറഞ്ഞു നമ്മളെന്ത് ചെയ്യും? നമ്മളെ സമ്പത്ത് മൊത്തം കൊടുത്തിട്ട് നമ്മൾ ചികിത്സിക്കും, അല്ലെ? നമ്മളെ കയ്യിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നമ്മൾ കൊടുത്തിട്ട് അവിടെ രോഗത്തിന് നമ്മൾ ചികിത്സിക്കും. അപ്പൊ നമ്മള് അള്ളാഹ് ചെയ്തു തന്ന ഒരു നിയമത്തിന് നമ്മൾ കൊടുക്കുന്ന വില എത്രയാണ്? കണ്ണിന്റെ കാഴ്ച പോയി, അതിൽ ഇത്ര ലക്ഷം വരും. അതെങ്ങനെയാണോ ആ ചികിത്സക്കുള്ള പണം കണ്ടെത്താൻ പറ്റുന്നത്, അങ്ങനെ അത് നമ്മളെ സ്വത്ത് വിറ്റിട്ട് നമ്മൾ ജീവിതത്തിലും അധ്വാനിച്ചുണ്ടാക്കിയത് എല്ലാം കൊടുത്തിട്ടാണെങ്കിലും നമ്മൾ ആ കണ്ണിന്റെ കാഴ്ച കിട്ടാനാണ്. അപ്പോ അള്ളാഹ് ചെയ്തു തന്ന ഒരു നിയമത്തിന്റെ വലുപ്പം എത്രയാണ്? ഇത്രക്കും വില കൂടിയതാണ് ഓരോ അനുഗ്രഹങ്ങളും. ഹാറൂൻ റഷീദ് അബ്ബാസി ഖലീഫയാണ്. അദ്ദേഹത്തിന്റെ ഒരു ചരിത്രത്തില് പല പണ്ഡിതന്മാരെ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇബ്നു സമ്മാക്ക് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്. ഹാറൂൻ റഷീദ് അബ്ബാസി ഖലീഫയാണ്. നമുക്കറിയാം ഇസ്ലാമിക ലോകം ഏറ്റവും കൂടുതൽ ഒരു വളർന്ന ഒരു കാലഘട്ടമാണ് ഹാറൂൻ റഷീദിന്റെ കാലഘട്ടം. എത്രത്തോളം അതിന്റെ വിസ്തൃതി ഉണ്ടായത് ഹാറൂൻ റഷീദിന്റെ കാലഘട്ടത്തിലാണ്. അങ്ങനെ ഒരിക്കൽ ഇബ്നു സമ്മാക്ക് റഹ്മത്തുള്ളാഹി അലൈഹി ഹാറൂൻ റഷീദിന്റെ അടുക്കൽ വന്നപ്പോ അദ്ദേഹം വെള്ളം കുടിക്കാൻ ഒരുങ്ങാണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, ഒന്ന് വെയിറ്റ് ചെയ്യണം. ഹാറൂൻ റഷീദിനോട് പറയണം. എന്നിട്ട് പറഞ്ഞു, ഒരു ചോദ്യം, യാ അമീറൽ മുഅ്മിനീൻ, ഇസ്ലാമിക ലോകത്തിന്റെ ഖലീഫയോട് ഇബ്നു സമ്മാക്കിന്റെ ചോദ്യം, അമീറുൽ മുഅ്മിനീൻ ലൗ മുനിഅത ഹാദിഹി ശുർബ, ഈ വെള്ളം താങ്കൾക്ക് തടയപ്പെട്ടാൽ, ദാഹിച്ചിട്ട് വെള്ളം കുടിക്കണം, വെള്ളം കിട്ടണം, ഈ കുടിക്കുന്ന വെള്ളം, ഈ പാനീയം നിങ്ങൾക്ക് തടയപ്പെട്ടാൽ ബികം കുൻത തശ്തരിഹ, നിങ്ങൾ എത്ര കൊടുത്തിട്ടാണ് ഈ വെള്ളം, എത്ര വില കൊടുത്തിട്ട് ഈ വെള്ളം വാങ്ങും? ഖാൽ, അദ്ദേഹം പറഞ്ഞു, ബിനിസ്ഫി മുൽക്കി,
എന്റെ ഈ സാമ്രാജ്യത്തിന്റെ ഈ അധികാരത്തിന്റെ പകുതി ഞാൻ കൊടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്നലെ സുഹൃത്ത് പറഞ്ഞ അനുഭവം. വലിയ പണക്കാരനായിരുന്നു പിതാവ്, ഇന്നിപ്പോ ദരിദ്രനാണ്. ഇവിടെ ഖത്തറിൽ വന്നിട്ട് ജോലി ചെയ്യാൻ. സമ്പന്നനായിരുന്നു. ട്യൂമർ ബാധിച്ചു പിതാവിന്. ഒരുപാട് ബിൽഡിങ്ങുകൾ ഉണ്ടായിരുന്നു, സ്ഥലം ഉണ്ടായിരുന്നു, ഒക്കെ വിറ്റ് പെറുക്കി ട്യൂമറിനെ ചികിത്സിച്ചു. പിതാവ് മരിച്ചു. അപ്പൊ അള്ളാഹുവിന്റെ ആ നിയമത്തിന്റെ അള്ളാഹ് ചെയ്തെന്ന ഒരു നിയമത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിലുള്ളത് മുഴുവൻ നമ്മൾ കൊടുക്കാൻ സന്നദ്ധരാകാറാണ്. പക്ഷെ ആ അനുഗ്രഹം നമ്മൾ ആസ്വദിക്കുമ്പോ അനുഭവിക്കുമ്പോ നമുക്ക് നിസ്കരിക്കാൻ സമയമല്ല. 5 നേരം നിസ്കരിക്കാൻ സമയമല്ല. ഖുർആൻ പഠിക്കാൻ സമയമല്ല. അഖീദ മനസ്സിലാക്കാൻ സമയമല്ല. അള്ളാന്റെ മാർഗത്തിൽ ദഅവത്ത് നടത്താൻ സമയമല്ല. ഇത് നമുക്ക് തിരിയുന്നൊരു സമയം വരും. പക്ഷെ അന്ന് തിരിച്ച് ഒരു മടങ്ങാൻ നമുക്ക് കഴിയില്ല. അത് ഖുർആൻ പറയുന്നുണ്ട്. ഈ അനുഗ്രഹം അള്ളാഹ് എടുക്കുന്ന ഒരു സമയമുണ്ട്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അന്ന് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് കോടികൾ ചെലവാക്കും. ഈ ആരോഗ്യം നമുക്ക് തന്ന ആരോഗ്യം അത് അള്ളാഹ് തിരിച്ചെടുക്കുന്നൊരു ഒരു ഘട്ടം. ഖുർആൻ അത് 2 സ്ഥലത്ത് പറഞ്ഞു അല്ലെ? റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദക വഅകും മിനസ് സ്വാലിഹീൻ. മരണത്തിന്റെ സന്ദർഭത്തിൽ, ഖിയാമത്ത് നാളില് ഒക്കെ അവൻ ഇതോർത്തിട്ട് ഖേദിക്കുന്നുണ്ട്. അപ്പൊ ഹാറൂൺ റഷീദ് ഇബ്നു സമ്മാക്കിനോട് പറഞ്ഞു, എന്റെ അധികാരത്തിന്റെ സാമ്രാജ്യത്തിന്റെ പകുതി കൊടുത്തിട്ട് ഞാൻ ആ വെള്ളം വാങ്ങിക്കൊടുക്കും. ആ വെള്ളമാണ് ആവശ്യം. കാല. അപ്പൊ ഇബ്നു സമ്മാക്ക് പറഞ്ഞു, വെള്ളം കുടിക്കുക, വെള്ളം കുടിച്ചോളൂ യാ അമീറൽ മുഅ്മിനീൻ. അങ്ങനെ വെള്ളം കുടിച്ചു. ഫലമ്മാ ശരിബഹ. അങ്ങനെ വെള്ളം കുടിച്ചപ്പോ ഇബ്നു സമ്മാക്കിന്റെ അടുത്തൊരു ചോദ്യം. അപ്പൊ ഈ ചോദ്യത്തില് വലിയ പാഠം നമുക്കുണ്ട്, വലിയ പാഠം. അപ്പൊ തന്നെ നമ്മൾ ബേജാറിലാണ്. ഖത്തറില് ആളുകളെ പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. പലരും ബേജാറില്ല. ശമ്പളം വെട്ടിച്ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണക്ക് വില കുറഞ്ഞതുകൊണ്ട് ബേജാറിലാണ്. കാരണം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഗ്രഹം അത് ഇല്ലാതാകുമ്പോ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പേടിയും ബേജാറും. പക്ഷെ ഇതൊക്കെ ദുനിയാവിന്റെ കാര്യങ്ങളാണ്. അതല്ല, നമ്മൾ 24 മണിക്കൂറും നമ്മൾ അള്ളാഹുവിന്റെ ഈ അനുഗ്രഹം ആസ്വദിച്ച് അത് അനുഭവിച്ച് ജീവിക്കുന്ന നമ്മള് അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താ എന്നുള്ളത് ആലോചിക്കാനുള്ള ബാധ്യത നമുക്കല്ലേ. നമ്മളിതൊന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഞാനെന്ന് അറിഞ്ഞിട്ടില്ല എന്നുള്ള രൂപത്തിൽ മുന്നോട്ട് പോയിട്ട് കാര്യം എന്താ? ഇത് എന്നോടും നിങ്ങളോടുള്ള ചോദ്യമാണ്. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. കൃത്യമായിട്ട് നമുക്ക് ജമാഅത്തിനെത്താൻ പറ്റുന്നില്ല. സുബ്ഹ് പലർക്കും കിട്ടുന്നില്ല, ഇശ പലർക്കും കിട്ടുന്നില്ല, സകാത്ത് കൊടുക്കാൻ പറ്റണില്ല. അങ്ങനെയുള്ള ഖുർആനൊക്കെ ഓതിയിട്ട് എത്രയോ ദിവസങ്ങളായിരിക്കും പലരും. ഖുർആനായിട്ടൊന്നും ഒരു ബന്ധമല്ല. അങ്ങനെ ദുനിയാവിന്റെ പിന്നാലെ മാസത്തിൽ ശമ്പളം കിട്ടുന്ന ഭാര്യയുണ്ട്, മക്കളുണ്ട്, വീടുണ്ട്, വാഹനമുണ്ട്, സൗകര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. നമ്മളൊക്കെ ആഴ്ചയിലൊരു ക്ലാസ് തന്നെ, അതൊക്കെ എന്തോ വലിയൊരു എന്നുള്ള രൂപത്തിൽ ആഴ്ചയിലൊരു ക്ലാസ്സിന് വരുന്നത് തന്നെ. ഖുർആൻ ഓതാൻ അറിയില്ല. ഖുർആൻ ദിവസവും പാരായണം ചെയ്യുന്നുണ്ടോ? ഒന്നും നമുക്ക് സമയമല്ല. അങ്ങനെ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഈ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ കൃത്യമായി അള്ളാഹുവിനോട് സമാധാനം ബോധിപ്പിക്കേണ്ടി വരും. നേരത്തെ അള്ളാഹ് പറഞ്ഞല്ലോ, ഖലീലും മിൻ ഇബാദിയ ശക്കൂർ. എന്റെ അടിമകളുടെ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാരെ നന്ദി കാണിക്കുന്നുള്ളൂ. അക്സറുന്നാസി ലാ യഷ്കുറൂൻ. ജനങ്ങളിൽ അധിക പേരും നന്ദി കാണിക്കാത്തവരാണ്. അപ്പൊ നമ്മളിത് ചിന്തിക്കണം ഈ സംഗതികളൊക്കെ. അങ്ങനെ ഇബ്നു സമാക്ക് ഹാറൂൺ റഷീദിനോട് ചോദിച്ചു, ആ വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യം എന്താ അറിയോ? അസ്അലുക ബില്ലാഹ് ലൗ മുനിഅത ഖുറൂജിഹാ മിൻ ബദനിക ബിമാ കുൻത തശ്തരി ഖുറൂജിഹാ. ഈ വെള്ളത് മൂത്രമായിട്ട് പോണല്ലോ. ഈ വെള്ളം ഇത് കെട്ടിക്കിടന്നാൽ, മൂത്രമൊഴിക്കുന്നതിന് തടസ്സമുണ്ടായാൽ ആ തടസ്സം നീക്കാൻ താങ്കൾ എത്ര കൊടുക്കും? താങ്കൾ എന്ത് ചെയ്യും? വെള്ളം കുടിച്ചത് മൂത്രമായിട്ട് പുറത്തു പോകണമല്ലോ. ഇത് പോയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അദ്ദേഹം കൊടുത്ത മറുപടി ബിജമി മുൽക്കി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്റെ ഈ അധികാരം, ഈ രാജാധിപത്യം, ഈ സാമ്രാജ്യത്വം മൊത്തം കൊടുത്തിട്ടാണെങ്കിലും ഞാനത് ശരിയാക്കും. കാരണം ഒരു നേരം മൂത്രം പോയിട്ടില്ലെങ്കിൽ, മലമൂത്ര വിസർജനം ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ പ്രയാസം നമുക്കൊക്കെ അറിയാലോ. അപ്പൊ ഇബ്നു സമ്മാക്കിന്റെ മറുപടി എന്താ വെച്ചാല്, ഈ വലിയൊരു സാമ്രാജ്യത്വത്തിന്, ഈ ഒരു
ഒരു കോപ്പ വെള്ളത്തിന്റെ വില പോലും ഇല്ലെങ്കിൽ ഇതിലെന്ത് ഹൈറുള്ളത്? ഒരു വലിയ സാമ്രാജ്യം അത് കൊടുക്കണം എന്തിന്? ഒന്ന് മൂത്രയിക്കാൻ. ത്തിന്റെ വാക്ക് ലാ ഖൈറ ഫീ മുൽക്കിൻ ലാ യുസാവി ശുർബതമായിൻ. ഒരു ശുർബത്തമാ, ഒരു ഇറക്ക് വെള്ളത്തിന് സമമല്ലാത്ത ഈ മുൽക്കിന് എന്ത് ഖൈറാണുള്ളത്? അപ്പോ ഇത് ഇബ്നു സമ്മാക്കിന്റെ ചരിത്രത്തിൽ കാണാം, ഹാറൂൻ റഷീദിന്റെ ചരിത്രത്തിൽ വന്നിട്ടുള്ള ഒരു സംഭവമാണ്. ആ ചരിത്രം ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോ നമ്മുടെ മനസ്സിനെ ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യങ്ങളാണ്, പിന്നെ അദ്ദേഹത്തെ ചിന്തിപ്പിക്കുകയാണ് ഇബ്നു സമ്മാക്ക് ചെയ്യുന്നത്. അങ്ങനെ അത് കേട്ടപ്പോ ഹാറൂൻ റഷീദ് കരഞ്ഞു എന്നൊക്കെയാണ് ഇതിലുള്ളത്. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, അള്ളാഹ് തന്നത് കൊണ്ട് നമുക്ക് തൃപ്തിപ്പെട്ടിട്ട് അത് ഉള്ളതില് നമുക്ക് ശുക്ർ കാണിക്കാൻ പറ്റണം. ഉള്ളതിൽ ശുക്ർ കാണിക്കാം. ഏത് സമയത്തും നമുക്ക് തന്ന ഈ നിയമത്തിന് അള്ളാഹു തിരിച്ചു ചോദിക്കും, അള്ളാഹു തിരിച്ചെടുക്കും എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാകണം. ഒന്ന് മരണത്തിന്റെ ശരാശരി അതിന്റെ ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 40, 45, 50 ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റണം നമുക്ക്. അതേപോലെ തന്നെ രോഗങ്ങൾ, മാരകമായ രോഗങ്ങൾ, അതിൽ നിന്നൊക്കെ നമ്മളെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അത്തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നൊക്കെ. പക്ഷെ നമുക്ക് കിട്ടുന്ന സമയം, നമുക്ക് കിട്ടുന്ന ആരോഗ്യം, അതിന്റെ ഒരു നിശ്ചിത ഭാഗമെങ്കിലും, അതിന്റെ ഒരു നിശ്ചിത സമയമെങ്കിലും നമുക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിക്കാൻ സാധിക്കണ്ടേ? കൃത്യമായി നമസ്കരിക്കാത്ത ഒരാൾ മുസ്ലിമാണെന്ന് പറയാൻ പറ്റും? അല്ലെങ്ങനെ മുസ്ലിമായിട്ട് കാണാം. ഖുർആൻ ഓതാൻ അറിയാത്ത ഒരാളെ എന്താ അയാളുടെ സ്ഥിതി? അയാളെ 40 കൊല്ലം 50 കൊല്ലം ദുനിയാവിൽ അള്ളാഹുവിന്റെ ഈ നിയമത്തുകളൊക്കെ ആസ്വദിച്ച് ജീവിച്ചിട്ട്. അപ്പൊ നമ്മുടെ ഓട്ടം ഒരിക്കലും തീരൂല. അതൊരിക്കലും തീരുന്ന നമ്മൾ ആരും വിചാരിക്കും വേണ്ട. അത് ഖുർആൻ പറഞ്ഞതുപോലെ ഹത്താ സുർത്തുമുൽ മഖാബിർ, അതെന്റെ നിങ്ങളൊക്കെ സ്വഭാവം അങ്ങനെ തന്നെ. കബറക്കണ വെക്കുന്നത് വരെ നമുക്കൊക്കെ ഇനിയും കിട്ടണം എന്നുള്ളത് തന്നെയായിരിക്കും ആഗ്രഹം. പക്ഷെ അതിന്റെ ഇടക്ക് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാതെ ജീവിച്ചാല്, ഖുർആൻ പഠിക്കാതെ, അഖീദ മനസ്സിലാക്കാതെ, സുന്നത്തറിയാതെ ഇങ്ങനെയൊക്കെ ജീവിച്ചാല് അല്ലാഹ് പറഞ്ഞ ആ ഭൂരിപക്ഷം ജനങ്ങളിൽ അധിക പേരും നന്ദി കാണിക്കാത്തവരാണ്. യൂനുസ് ബിൻ ഉബൈദ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ ഇങ്ങനെ നിരത്താണ്. എനിക്ക് അങ്ങനെ പ്രയാസമുണ്ട്, എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ ഓരോന്നും ഇങ്ങനെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊക്കെ എപ്പോഴും അതാണല്ലോ, എത്ര കിട്ടിയല്ലേ, അവിടെ ബുദ്ധിമുട്ട് ഇവിടെ ബുദ്ധിമുട്ട്, ഒരാളെ സഹായിക്കാൻ നമുക്ക് പറ്റുന്നില്ല, നമ്മൾ തന്നെ തീരുന്നില്ല, എത്ര കിട്ടിയാലും തീരുന്നില്ല. എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഉണ്ടായാലും നമ്മളെ പ്രയാസങ്ങൾ തീരുന്നില്ല, തീരില്ല. അങ്ങനെയാണ് ദുനിയാവിന്റെ കടപ്പങ്ങനെ. അപ്പൊ ഇയാളിങ്ങനെ പ്രയാസങ്ങൾ ആവലാദികളും പറഞ്ഞു. ഫഖാല ലഹു യൂനുസ് ബിൻ ഉബൈദ് റഹ്മത്തുള്ളാഹി അലൈഹി അയാളോട് പറഞ്ഞു, അയസുറുക ബിബസ്വരിക ഹാദല്ലദീ തുബ്സിറു ബിഹി 100,000 ദിർഹം. നീ കാണുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കണ്ണുണ്ടല്ലോ, അതൊരു 100,000 ദിർഹം നീ കൊടുക്കുവോ? 100,000 ദിർഹം. ഖാല റജുലു ലാ, 100,000 ദിർഹം എന്നാലും ഞാനത് കൊടുക്കൂല. ഖാല ഫബിയദൈക 100,000. എന്റെ 2 കൈകളുണ്ടല്ലോ, ആ 2 കൈകൾ തരുമോ? ഒരു 100,000-ന് 100,000 ഞാൻ തരാം, ആ 2 കൈകൾ തന്നാ മതി. ഖാല റജുലു ലാ, അയാൾ പറഞ്ഞില്ല. ഫബിരിജ്ലൈക, എന്റെ 2 കാലുകൾ, 100,000 ദിർഹം ഞാൻ തരാം. ഖാല റജുലു ലാ, അയാൾ പറഞ്ഞില്ല. ഖാല, ഇത് റിപ്പോർട്ട് ചെയ്ത ആള് പറയുന്നത്, ഫദക്കറഹു ബിനിഅമില്ലാഹി അലൈഹി. ഇങ്ങനെ അള്ളാഹ് അയാൾക്ക് കൊടുത്ത ഓരോ അനുഗ്രഹങ്ങൾ, അത് 100,000 ദിർഹമിന് തരും, 100,000 ദിർഹമിന് തരും. അയാൾ എല്ലാത്തിനും ഇല്ല കൊടുക്കൂല. ഓരോ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർമ്മിപ്പിച്ചു. എന്നിട്ട് അവസാനം ഖാല യൂനുസ് പറഞ്ഞു, അറാ ഇൻദക 100,000. എന്റെ അടുക്കിന് 100,000 അല്ല, അത് എത്രയോ ഉലൂഫുകള്, ആയിരങ്ങള് നിന്റെ അടുക്കലുണ്ട്. ഇതിന്റെയൊക്കെ വില എത്രയായി? നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെയൊക്കെ വില അത്രത്തോളം ഉണ്ട്.
ആയിരങ്ങളായി. വഅൻത തശ്കു വൽ ഹാജ, എന്നിട്ടും നീ നിന്റെ പ്രയാസങ്ങളെ കുറിച്ച് ആവലാതി ബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ നമ്മളിൽ അള്ളാഹ് ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ മറന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? അള്ളാഹനെ മറന്നിട്ട് നമ്മൾ സംസാരിക്കുകയാണ്. വഅൻത തശ്കു വൽ ഹാജ, എന്നിട്ടും നീ എന്ത് ചെയ്യാണ്? നിന്റെ ഹാജത്തുകളെ കുറിച്ച്, നിന്റെ ആവലാദികളെ കുറിച്ച്, നീ പിന്നെ പ്രയാസങ്ങളെ കുറിച്ച് ആവലാതി ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം പറയണം. അപ്പൊ ഇവിടെ ഒക്കെ നമുക്ക് ചിന്തിക്കാനുള്ള ഒരുപാട് പാഠങ്ങളുണ്ട്. നേരത്തെ നമ്മള് മുസ്ലിയുടെ സംഭവം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇദാറത്താൻ തഅലമ ഖദറ മാ അൻഅമല്ലാഹു അലൈക, അള്ളാഹു നിനക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ നീ ഉദ്ദേശിച്ചാൽ ഫഗമ്മിദ് ഐനൈക, നീ നിന്റെ രണ്ട് കണ്ണുകളും അടച്ചു പിടിക്കുക. അള്ളാഹ് ചെയ്തു തന്ന അനുഗ്രഹത്തിന്റെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ നീ എന്ത് ചെയ്തോ? ആ രണ്ട് കണ്ണുകളും അടച്ചു പിടിക്കുക. കുറച്ചു നേരം നമ്മൾ ആ കണ്ണടച്ചു പിടിച്ചാൽ എന്താ സംഭവിക്കുക? ആ അനുഗ്രഹം നമുക്ക് തടയപ്പെട്ടാൽ നമ്മളെ കൊണ്ട് ചിന്തിക്കാൻ പോലും നമ്മളെ കൊണ്ട് സാധിക്കുമല്ലോ. അപ്പൊ കണ്ണ് പോലും അവരവയവം മാത്രം നമുക്ക് എത്ര വലിയ ഞാമത്താ. അതിനൊരു കേട് പറ്റിയാൽ നമ്മൾ എത്ര ചെലവാക്കേണ്ടി വരും. അപ്പൊ ഈ ഓരോ അനുഗ്രഹങ്ങൾക്കും നമ്മൾ നാളെ അള്ളാഹുവിനോട് കണക്ക് പറയേണ്ടി വരും എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകും. ഹദീസിൽ വന്നു, 4 കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ ഒരു അടിമയുടെ പാദം മുന്നോട്ട് വെക്കാൻ സാധ്യമല്ല. ചില റിവായത്തുകളിൽ 5 കാര്യങ്ങളെന്ന് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്ന് അൻ ഉംരിഹി ഫീമാ ഫന, അവന്റെ ഉംർ. 2 വഅൻ ശബാബിഹി ഫീമാ ബല വമാലിഹി മിൻ അയ്ന ഇക്തസബഹു വഫീമാ അൻഫഖഹു വമാദാ അമില ഫീമാ അലിമ. ഇതൊക്കെ അല്ലാഹ് ചെയ്തെന്ന ദുനിയാവിൽ ചെയ്തെന്ന നിയമത്തുകളാണ്. ഈ നിയമത്തുകൾ ചോദ്യം ഉണ്ടാവും. ഒന്ന് നമ്മുടെ ആയുസ്, അതിനെപ്പറ്റി ചോദ്യം ഉണ്ടാവും. അതെങ്ങനെ വിനിയോഗിച്ചു, അതെന്ത് ചെയ്തു, എങ്ങനെയൊക്കെ. അതേപോലെ തന്നെ 2 ശബാബ്, യുവത്വം, അവന്റെ ആ കാലഘട്ടത്തിൽ അവന്റെ ജീവിച്ചത്, അവന്റെ ചെയ്തികൾ, ഇതിനെപ്പറ്റി അള്ളാഹ് ചോദിക്കും. അതേപോലെ തന്നെ വമാല്, അവന്റെ ധനം, സമ്പത്തിനെ പറ്റി അള്ളാഹ് ചോദിക്കും. 2 ചോദ്യമാണ്. ഒന്ന് അതെങ്ങനെ സമ്പാദിച്ചു എന്ന ചോദ്യം പോലെ തന്നെ അതെങ്ങനെയൊക്കെ വിനിയോഗിച്ചു എന്നുള്ള ചോദ്യം ഉണ്ടാവും. അതേപോലെ തന്നെ അവന്റെ ഇൽമ്, അവൻ നേടിയ ഇൽമ്, അതുകൊണ്ട് അവൻ എന്താണ് അമല് ചെയ്തത്, ഈ ചോദ്യം ഉണ്ടാവും. ഇങ്ങനെ ഈ 4 കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ ഒരടിമയുടെ പാദം മുന്നോട്ട് നീക്കാൻ കഴിയില്ല എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാണ്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പറഞ്ഞത്, അള്ളാഹ് ചെയ്തു തന്ന ഏറ്റവും വലിയ 2 നിഅമത്തുകൾ, അതിൽ വഞ്ചിക്കപ്പെട്ടവരാണ് അധിക പേര്. നമ്മളത് പഠിച്ചിട്ടുണ്ട് അല്ലെ. നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ് അസ്സിഹ്ഹതു വൽ ഫറാ. അള്ളാഹിന്റെ ഏറ്റവും വലിയ 2 അനുഗ്രഹങ്ങൾ നേരത്തെ പറഞ്ഞു. ആഫിയത്ത്, അതിനെ സിഹത്തും ഫറാഗും. ഫറാഗ് നമ്മുടെ ഒഴിവ് സമയം. ഇത് രണ്ടും എമ്പാടുള്ള ആളുകളാണ് നമ്മൾ. സിഹത്ത്, ആരോഗ്യം നമുക്ക് അള്ളാഹ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫറാഗും നമുക്കുണ്ട്. പക്ഷെ ജനങ്ങളിൽ അധിക പേരും ഇതിൽ മഗ്ബൂനാണ് എന്നുള്ളതാണ്. മഗ്ബൂന്, അതിൽ വഞ്ചിക്കപ്പെട്ടവരാണ് എന്നുള്ളതാണ്. ഖിയാമത്ത് നാളിന്റെ ഒരു പേരിലെ യൗമുൽ തഗാബുൻ. അപ്പൊ അതിൽ വഞ്ചിക്കപ്പെട്ടവരാണ്. എന്താ അതിന്റെ അർത്ഥം? അള്ളാഹു തന്ന ഈ 2 നിയമത്തുകളെ ലഭിച്ചിട്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാതെ അള്ളാഹുവിന് ശുക്ർ കാണിക്കാതെ ജീവിച്ച ആളുകൾ, അവരാണ് ഇതിൽ വഞ്ചിക്കപ്പെട്ടവർ. ശരിക്ക് ഗബന യഗ്ബിനു എന്നുള്ള പദത്തിന് ഭാഷാപരമായിട്ട് പണ്ഡിതന്മാർ അർത്ഥം പറഞ്ഞത്, പല അർത്ഥങ്ങൾ പറഞ്ഞു. എന്തെന്ന് വെച്ചാല് വില കൂടിയ സാധനം വാങ്ങുക. നല്ല വില കൂടിയ സാധനങ്ങൾ നമ്മൾ കുറെ വാങ്ങി, പിന്നെ നമ്മൾ ചീപ്പ് വിലക്കത് വെക്കേണ്ടി വന്നു. എന്താപ്പോ ചെയ്യാ? എന്തൊരു ഗതികേടാണ്. വില കൂടിയ സാധനം വാങ്ങിയിട്ട് വളരെ കുറഞ്ഞ വിലക്കത് വെക്കുക. അതുപോലെ തന്നെ വളരെ ചീപ്പായ സാധനം, ചീപ്പ് വിലക്ക് കിട്ടുന്ന സാധനം വലിയ വില കൊടുത്ത് വാങ്ങാം.
ഇതൊക്കെയാണ് ഖബന യഖ്ബിനു ഖബനിന്റെ അർത്ഥമായിട്ട് ഭാഷാപരമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് അള്ളാഹ് തന്ന സിഹത്ത് നിഅമത്ത് എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഇത് നമ്മൾ കൊടുത്തിട്ട് നമ്മൾ വാങ്ങുന്നത് എന്താണ്? ദുനിയാവിന്റെ താൽക്കാലികമായ ആ ചീപ്പായ വില കുറഞ്ഞ അത് നമ്മൾ വിലക്ക് മേടിക്കാണ്. പകരം നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് എന്താ? നമ്മുടെ അള്ളാഹ് തന്ന വിലപ്പെട്ട അനുഗ്രഹമായ ആരോഗ്യവും ഒഴിവ് സമയവും. നമുക്ക് വേണ്ടുവോളം അതുണ്ട്. പക്ഷെ അത് എത്രമാത്രം, ഈ ആരോഗ്യവും ഈ ഫറാഗും അത് എത്രമാത്രം നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കുന്നുണ്ട്? ഈ ആരോഗ്യം കൊണ്ട്, ഈ ഫറാഗ് കൊണ്ട്. അപ്പൊ അതുകൊണ്ടാണ് യൗമു തഖാബുൻ, ഖുർആനിലെ സൂറത്ത് തഖാബുൻ എന്ന് പറഞ്ഞിട്ടൊരു അധ്യായം തന്നെ ഉണ്ട്. ഖിയാമത്ത് നാളിന്റെ ഒരു പേരാണ് തഖാബുൻ. ഇങ്ങനെ വഞ്ചിക്കപ്പെട്ട കുറെ ആൾക്കാർ ഈമാനില്ലാതെ ദുനിയാവിൽ ജീവിച്ചു, അവർക്ക് തൗഹീദില്ല, ഈമാനില്ല, ഇങ്ങനെ വഞ്ചിക്കപ്പെട്ട കുറെ ആൾക്കാർക്ക് ഈമാൻ ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അള്ളാഹിന്റെ മാർഗത്തിൽ അവരൊന്നും ചെയ്യാതെ വഞ്ചിക്കപ്പെട്ട ആൾക്കാർ. അവർക്ക് അള്ളാഹ് ആരോഗ്യം കൊടുത്തിരുന്നു, സമയം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, ഇതൊക്കെ ഉണ്ടായിട്ടും പക്ഷെ പരലോകത്തേക്ക് വേണ്ടി അവരൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ വഞ്ചിക്കപ്പെട്ട ആൾക്കാര്. അപ്പൊ അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന അതാണ്, എന്ത്? ജനങ്ങളിൽ അധിക പേരും ഈ രണ്ട് അനുഗ്രഹങ്ങളിൽ അവർ വഞ്ചിക്കപ്പെട്ടവരാകുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ചുരുക്കത്തിൽ പറയാനുള്ളത്, നിങ്ങളോട് ഉപദേശിക്കാനുള്ളത് എന്താ വെച്ചാൽ, അള്ളാഹു നമുക്ക് ചെയ്യുന്ന അനുഗ്രഹങ്ങളെ അറിയാനും അതിന് ശുക്ർ കാണിക്കാനും. ശുക്ർ കാണിക്കുക എന്നുള്ളത് ആഴ്ചയിൽ ഒരു ക്ലാസ്സിന് വരിക എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. സഹാബത്ത്, നമ്മുടെ സലഫുകൾ, അവരൊക്കെ ജീവിതത്തിന്റെ 100% അള്ളാന്റെ മാർഗത്തിൽ കൊടുത്ത ആൾക്കാരാണ്. നമുക്ക് 1% പോലും, മിനിമം ഒരു ദിവസത്തെ നിസ്കാരം പോലും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ നഷ്ടം അതാണ്. നിഅമതാനി മഖബൂനും ഫീഹിമാ കസീറും മിനൻ നാസി അസ്സിഹ്ഹതു വൽ ഫറാഹ്. അസ്സിഹ്ഹതു വൽ ഫറാഹ്. അപ്പൊ അതുകൊണ്ടാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞത്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. ഈ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. മുആദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുആദേ, ഞാൻ നിന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. മുആദ് റളിയല്ലാഹു അൻഹു നബിയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്കും നിങ്ങളെ വളരെയധികം ഇഷ്ടമാണ്. എന്നിട്ട് പഠിപ്പിച്ചു കൊടുത്തു, ഓരോ നിസ്കാരത്തിന് ശേഷവും ഈ പറയാൻ വിട്ടുപോകരുത്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുമ്മ അഇന്നി, അല്ലാഹുവേ, അല്ലാഹുവിനോട് ആവശ്യപ്പെടുക, അല്ലാഹുവേ എന്നെ സഹായിക്കണേ. അലാ ദിക്രിക, നിന്നെ സ്മരിക്കാൻ, ദിക്ർ ചെയ്യാൻ, വശുക്രിക, നിനക്ക് ശുക്ർ കാണിക്കാൻ, വഹുസ്നി ഇബാദതിക, ഏറ്റവും നല്ല രൂപത്തിൽ നന്നായിട്ട് നിനക്ക് ഇബാദത്ത് എടുക്കാൻ അല്ലാഹുവേ നീ എന്നെ സഹായിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. ഇമാം അഹ്മദ്, അബൂദാവൂദ്, നസായിക്ക് ഉദ്ധരിച്ചിട്ടുണ്ട്. ഓരോ നിസ്കാരത്തിന് ശേഷവും പറയാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തതാണ്. ഏത്? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. ഇതേപോലെ തന്നെ മറ്റൊരു പ്രാർത്ഥന, നമുക്ക് അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകൾ അതില്ലാതായി തീർന്നാനുള്ള അവസ്ഥ. അപ്പൊ അത് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്, അള്ളാഹിന്റെ അനുഗ്രഹങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖ്മതിക വജമീഇ സഖതിക. പല ഇതിൽ വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ, ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു, മിൻ സവാലി നിഅമതിക, നീ ചെയ്തു തന്ന അനുഗ്രഹം സവാല്, അത് നീങ്ങിപ്പോകുന്നതില്ലെന്ന്. നമുക്കത് ആലോചിക്കാൻ പറ്റും. ഇനി കണ്ണ് കാണാത്തൊരവസ്ഥ, കാത് ചെവി കേൾക്കാത്തൊരവസ്ഥ, സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെ ഓരോന്നും, ആരോഗ്യമില്ലാത്തൊരവസ്ഥ. അപ്പൊ അതൊക്കെ ഏത് സമയത്തും ആർക്കും വരാം. ഒരു ഗ്യാരണ്ടി ഇല്ല. നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ ആയുസ്സിനൊന്നും ഒരു ഗ്യാരണ്ടി ആർക്കും പറയാൻ പറ്റില്ല. നല്ല ആരോഗ്യമുള്ള ആളുകളാണ് പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് രോഗികളായി തീരുന്നത്. ചെറിയൊരു വേദന, ചെന്നപ്പോ ക്യാൻസർ, ചെറിയൊരു വിഷമം, കിഡ്നി രണ്ടും പോയിട്ടുണ്ട്, ട്യൂമറാണ്,
അങ്ങനെ എത്ര ഇതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ അറിഞ്ഞിട്ടും ഇതൊക്കെ കണ്ടിട്ടും ഒന്നും അറിയാത്ത മട്ടിൽ ഞാനിതൊന്നും അറിയുന്നില്ല, ഇതൊന്നും എനിക്ക് ബാധകമല്ല, ഇതൊന്നും എനിക്കുണ്ടാവില്ല, അപ്പടുത്തൊന്നും മരിക്കൂല എന്നുള്ള രൂപത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മുടെ ജീവിതത്തെ അത് നശിപ്പിക്കും. അത് നമുക്ക് നഷ്ടമായിരിക്കും. ഈ ലോകത്തും പരലോകത്തും നമുക്ക് നഷ്ടമായിരിക്കും. നമ്മുടെ കൂടെ ഉണ്ടാകുന്നത് നമ്മുടെ അമലുകൾ മാത്രമായിരിക്കും. നമ്മൾ ദുനിയാവിൽ ചെയ്ത അമലുകൾ, നല്ല അമലുകൾ എന്താണ്, അത് മാത്രമായിരിക്കും നമ്മുടെ കൂടെ ഉണ്ടാകുക. അപ്പൊ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക, നിന്റെ അനുഗ്രഹം നീങ്ങിപ്പോകുന്നതിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വതഹവ്വുലി ആഫിയതിക, അതേപോലെ തന്നെ നിന്റെ ആഫിയത്ത്, നീ ചെയ്തു തന്ന ആഫിയത്ത്, അത് തഹവ്വുല്, അത് ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് പോവുക. അപ്പൊ ആഫിയത്ത് നമ്മൾ പറഞ്ഞു, രോഗമില്ലാത്ത ആഫിയത്തിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞല്ലോ 2 രൂപത്തിലും. അപ്പൊ ആരോഗ്യമുള്ള ഒരവസ്ഥയിൽ നിന്ന് രോഗമുള്ള ഒരവസ്ഥയിലേക്ക് പോവുക. അങ്ങനെ ഓരോന്നും വതഹവ്വുലി ആഫിയതിക. അപ്പൊ ആഫിയത്ത് നീങ്ങി പോകുന്നതിൽ നിന്നും, അത് നീക്കം ചെയ്യപ്പെടുന്നതിൽ നിന്നും അള്ളാഹുവെ, അത് മാറ്റപ്പെടുന്നതിൽ നിന്നും അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അതേപോലെ തന്നെ വഫുജാഅത്തി നിഖ്മതിക വജമീഇ സഖ്തികത്തിന്റെ അർത്ഥങ്ങൾ വിശദമായിട്ട് പഠിക്കേണ്ടതാണ്. ഇമാം മുസ്ലിം ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ച് ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും പരമാവധി ശ്രമിക്കുക. ഖുർആൻ പഠിക്കുക, അത് ദിവസവും പാരായണം ചെയ്യുക. അതുപോലെ തന്നെ നിസ്കാരം അത് കൃത്യമാക്കാൻ ശ്രമിക്കുക. നിസ്കാരത്തിൽ അത് എത്താൻ നമുക്ക് വിചാരിച്ചാലേ പറ്റും, ഓരോരുത്തർക്കും, നമുക്ക് എല്ലാവർക്കും പറ്റും. അത് ശ്രദ്ധിക്കുക, സക്കാത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ബാക്കിയുള്ള സൽക്കർമ്മങ്ങൾ എന്തെല്ലാം അള്ളാഹുവിനോടുള്ള ബാധ്യതകളുണ്ടോ ആ ബാധ്യതകൾ നിർവഹിക്കുക. അതേപോലെ തന്നെ സൃഷ്ടികളോട് നമുക്ക് ചെയ്യാനുള്ള ബാധ്യതകൾ എന്തൊക്കെ ഉണ്ടോ ആ ബാധ്യതകൾ നമ്മൾ നിർവഹിക്കുക. അങ്ങനെ അള്ളാഹ് തന്ന ഈ ആയുസ് നാളെ പരലോകത്ത് ഇത് ചോദ്യം ചെയ്യപ്പെടും. അള്ളാഹുവിന്റെ മുന്നിൽ സമാധാനം ബോധിപ്പിക്കേണ്ടി വരും എന്നുള്ള ഉത്തമമായ വിചാരവും ചിന്തയും നമ്മളിൽ ഉണ്ടാകണം. ഈ അനുഗ്രഹങ്ങൾ ഏത് സമയത്തും നഷ്ടപ്പെടാം, ഏത് സമയത്തും ഇല്ലാതായി തീരാം എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. അള്ളാഹുവിന് നന്ദി കാണിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹുവിന് ശുക്ർ കാണിച്ചുകൊണ്ട്, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളുടെ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കടങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയ സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.